പുരോഹിതനും ജനവും ഒരുമിച്ച് കിഴക്കോട്ട് തിരിഞ്ഞ് അഥവാ ബലിപീഠത്തിലേക്ക് തിരിഞ്ഞു നിന്ന് ബലി അർപ്പിക്കുക എന്നത് പൗരസ്ത്യ സഭകളുടെ മാത്രമല്ല പാശ്ചാത്യ സഭയുടെയും പാരമ്പര്യമാണ്. 1965 വരെ പാശ്ചാത്യ സഭയും അൾത്താര അഭിമുഖ കുർബാനയാണ് അർപ്പിച്ചു വന്നത്. 16 നൂറ്റാണ്ടുകൾ പിന്തുടർന്ന പാരമ്പര്യമാണ് 1965 മാറ്റിയത്. ഇത് നമ്മളോട് ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത് കർദിനാൾ ആലഞ്ചേരി പിതാവ് തന്നെയാണ്. 2021 സിനഡാനന്തര കുറിപ്പിൽ ഇത് വ്യക്തമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിനാൽ കിഴക്കോട്ട് തിരിഞ്ഞ് അഥവാ ബലിപീഠത്തിലേക്ക് തിരിഞ്ഞ് ബലി അർപ്പിക്കുക എന്നത് പൗരസ്ത്യ സഭയുടെ മാത്രമല്ല പാശ്ചാത്യ സഭയുടെയും പാരമ്പര്യമാണ്. ആയതിനാൽ കിഴക്കോട്ട് തിരിഞ്ഞ് അഥവാ ബലിപീഠത്തിലേക്ക് തിരിഞ്ഞ് ബലി അർപ്പിക്കുക എന്നത് പൗരസ്ത്യ സഭകളുടെ മാത്രം പാരമ്പര്യമല്ല, പാശ്ചാത്യ സഭയുടെയും പാരമ്പര്യമാണ്. ഇത് മാറ്റാനാകാത്ത പാരമ്പര്യമാണോ? ഒരിക്കലുമല്ല. ഇത് മാറ്റാവുന്നതാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചും ദൈവജനത്തിൻ്റെയും വൈദികരുടെയും പൗരോഹിത്യത്തെക്കുറിച്ചുമുള്ള അഗാധമായ പഠനമാണ് 16 നൂറ്റാണ്ട് പഴക്കമുള്ള ഈ പാരമ്പര്യം മാറ്റാൻ പാശ്ചാത്യ സഭയ്ക്ക് ഇടയായത്. എന്നാൽ ഇത് പാശ്ചാത്യ സഭയെ മാത്രം ബാധിക്കുന്ന കാര്യമാണോ? അല്ല. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സാർവത്രിക കൗൺസിലായതിനാൽ പാശ്ചാത്യ സഭയെ എന്നതുപോലെ പൗരസ്ത്യ സഭകളെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. അപ്പോൾ പൗരസ്ത്യ സഭകൾക്ക് ആരാധനക്രമ നവീകരണം നടത്തുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ വത്തിക്കാൻ കൗൺസിൽ നൽകിയിട്ടുണ്ടോ? ഉണ്ട്, നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഏതെങ്കിലും പൗരസ്ത്യ സഭകൾ ഇത്രമാത്രം പഴക്കമുള്ള ഈ കിഴക്കോട്ട് തിരിഞ്ഞുള്ള കുർബാന രീതിക്ക് മാറ്റം വരുത്തി ജനാഭിമുഖ കുർബാന നടപ്പിലാക്കിയിട്ടുണ്ടോ? ഉണ്ട്. പൗരസ്ത്യ സഭകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള 2 പാത്രിയാർക്കൽ സഭകളായ മാറോനൈറ്റ് സഭയും കൽദായ പാത്രിയാർക്കൽ സഭയും മാറ്റം വരുത്തിയിട്ട് ദശകങ്ങൾ കഴിഞ്ഞു. ഈ 2 സഭകളിലും ജനാഭിമുഖ കുർബാനയും അൾത്താരാഭിമുഖ കുർബാനയും നിലനിൽക്കുന്നു. അപ്പോൾ ഓരോ ആരാധനക്രമ കുടുംബത്തിനും അനന്യതയുണ്ട്. അതനുസരിച്ച് സിറോ മലബാർ സഭയുടെ പാരമ്പര്യം മാറ്റാനാകാത്തതാണോ? അല്ല. സിറോ മലബാർ സഭ കടം കൊണ്ടത് കൽദായ ലിറ്റർജിയാണ്. കൽദായ ലിറ്റർജി കുടുംബത്തിൽ 2 സഭകൾ മാത്രമാണുള്ളത്. ഒന്ന് കൽദായ സഭയും 2 സിറോ മലബാർ സഭയും. കൽദായ സഭ 2014 തന്നെ ഓരോ രൂപതയ്ക്കും ഇഷ്ടമുള്ള രീതി സ്വീകരിക്കാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അതിനാൽ ഏത് പൗരസ്ത്യ സഭയ്ക്കും ജനാഭിമുഖ കുർബാന രീതി സ്വീകരിക്കാൻ യാതൊരു സഭാത്മകമായ തടസ്സങ്ങളോ പരമ്പരാധിഷ്ഠിതമായ തടസ്സങ്ങളോ ഇല്ല എന്ന് വ്യക്തം. മാത്രമല്ല സാർവത്രിക കൗൺസിൽ ജനാഭിമുഖ കുർബാന എല്ലാ സഭകളിലും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ തന്നെ 2021 ഓഗസ്റ്റിലെ സിനഡ് നടപടിക്രമങ്ങൾ തെറ്റിച്ചും മാർപ്പാപ്പയുടെ കത്തിലെ വസ്തുതാപരമായ തെറ്റുകളെ അവഗണിച്ചും കത്തിലെ മാർപ്പാപ്പയുടെ ആഹ്വാനത്തെ കൽപ്പനയായി തെറ്റായി മെത്രാന്മാരെയും വിശ്വാസികളെയും ധരിപ്പിച്ചും എടുത്ത അന്യായമായ തീരുമാനത്തെ പുനഃപരിശോധിക്കാനായി ഇപ്പോഴത്തെ സിനഡിന് കഴിയും. സിനഡിൻ്റെ തീരുമാനം തിരുത്താൻ ഇന്നത്തെ മെത്രാൻ സിനഡ് ഉത്തരവാദികളാണ്. അത് മാർപ്പാപ്പയെ ധിക്കരിക്കലാകുമോ? ഇല്ല, ഒരിക്കലുമില്ല. മാർപ്പാപ്പയുടെ 2021 ജൂലൈ 3 കത്ത് മുതൽ ഇന്ന് വരെയുണ്ടായ എല്ലാ കത്തുകളിലും വീഡിയോ സന്ദേശങ്ങളിൽ പോലും സിനഡിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മാർപ്പാപ്പ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. മാത്രമല്ല സിനഡിൻ്റെ പരമാധികാരത്തെ സ്വീകരിക്കുന്ന മാർപ്പാപ്പ സിനഡിൻ്റെ ഏത് പുതിയ തിരുത്തൽ തീരുമാനത്തെയും പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കും. തെറ്റ് തിരുത്തുന്നതുകൊണ്ട് ഒരു വിശ്വാസിയോ സമൂഹമോ സഭയോ നാണം കെടും അല്ലെങ്കിൽ വില പോകും എന്ന് പറയുന്നത് തീർത്തും സുവിശേഷ വിരുദ്ധമാണ്. അങ്ങനെയെങ്കിൽ കുമ്പസാരം തന്നെ ഒരു പ്രഹസനമായി തീരുമല്ലോ. ചുരുക്കത്തിൽ ഇന്ന് എറണാകുളം അങ്കമാലിയിലെ വൈദികരും വിശ്വാസികളും ആവശ്യപ്പെടുന്ന ജനാഭിമുഖ കുർബാന പരിശുദ്ധ കത്തോലിക്ക സഭയിൽ പാശ്ചാത്യ റീത്തുകളിലും പൗരസ്ത്യ റീത്തുകളിലും ഒരുപോലെ നിലനിൽക്കുന്ന ഒരു നന്മയാണ്. 16 നൂറ്റാണ്ട് നീണ്ടുനിന്ന അൾത്താരാഭിമുഖ കുർബാനയ്ക്ക് മാറ്റം വരുത്താൻ തക്കവിധം അത്ര ഗൗരവമായ ദൈവശാസ്ത്രപരവും അജപാലനപരവും ആരാധനാക്രമപരവുമായ കാരണങ്ങൾ രണ്ടാമത്തെ കൗൺസിൽ നൽകിയതുകൊണ്ടാണ് പരിശുദ്ധ കത്തോലിക്ക സഭയിലെ പാശ്ചാത്യ റീത്തിലും പൗരസ്ത്യ റീത്തുകളിലും ജനാഭിമുഖ കുർബാന ആരംഭിച്ചത്. അതേ കാരണങ്ങൾ സിറോ മലബാർ സഭയ്ക്ക് ഇന്നും ബാധകമാണ്. അത് ഈ മെത്രാൻ സിനഡിന് വളരെ എളുപ്പത്തിൽ യാതൊരു തടസ്സങ്ങളും കൂടാതെ എടുക്കാവുന്ന തീരുമാനമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്നത്തെ മെത്രാൻ സിനഡ് അത്തരമൊരു തീരുമാനമെടുക്കാൻ മടിക്കുന്നത്? ഭൂമി വിവാദത്തിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിയും സിനഡും എളിമപ്പെടേണ്ടി വന്നതിൻ്റെ പ്രതികാരമാണോ ജനാഭിമുഖ കുർബാന നിർത്തലാക്കിയും അൾത്താര അഭിമുഖ കുർബാന അടിച്ചേൽപ്പിച്ചും സിനഡ് ഇപ്പോഴും പയറ്റിക്കൊണ്ടിരിക്കുന്നത്? അവർക്ക് വളരെ എളുപ്പത്തിൽ യാതൊരു ദൈവശാസ്ത്ര സഭാപരമായ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഇല്ലാതെ വരുത്താവുന്ന ഒരു മാറ്റം വരുത്തി ഈ സഭയിൽ സമാധാനം കൊണ്ടുവരാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം 60 വർഷമായി പിന്തുടരുന്ന ജനാഭിമുഖ കുർബാന നിലനിർത്താൻ വേണ്ടി മാത്രമല്ലേ എറണാകുളം അങ്കമാലിയിലെ വിശ്വാസികളും വൈദികരും പൊരുതുന്നത്?
അത് ന്യായവും നന്മയും ദൈവശാസ്ത്ര വളർച്ചയുമായി ലോകം മുഴുവൻ അംഗീകരിക്കുകയും 60 വർഷത്തിലധികമായി എറണാകുളം അങ്കമാലിയെ വിശ്വാസികൾ അനുഭവിച്ചു വരുന്നതുമായ ഒരു നന്മ അനുവദിക്കുന്നതിന് എന്തിനാണ് മെത്രാൻ സിനഡ് ഇത്രമാത്രം കടുംപിടുത്തം പിടിക്കുന്നത്? ഇത് ദുർവാശിയല്ലേ?